ഹായ് ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 172 ഇഗ്ലൂ ഇന്യൂട്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് 173ാമത്തെ പേജ് എടുത്ത് പുസ്തകവുമായി ഇരിക്കുക. ട്രോപ്പിക്കൽ ഡെസേർട്സ് ആർ ലാൻഡ് മാസസ് വിത്ത് വെരി ഡിഫറെൻറ്റ് ജിയോളജിക്കൽ ഫീച്ചേഴ്സ് ഫ്രം ദ പോളാർ റീജിയൻ. ആ പിക്ചറിലേക്ക് നോക്കൂ. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതയുള്ള ഒരു ഭൂവിഭാഗമാണ് ഉഷ്ണ മരുഭൂമികൾ. പേര് കേട്ടാൽ തന്നെ അറിയാം, വളരെ ചൂടായിരിക്കും അവിടെ നിന്നല്ലേ. ലാർജ് ഏരിയ ഓഫ് സാൻഡ് ആൻഡ് സാൻഡ് ഡ്യൂൺസ് ആർ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി റീജിയൻ. അതായത് വിശാലമായ മണൽപ്പരപ്പുകളും അതുപോലെ തന്നെ മണൽ കുന്നുകളുമാണ് ഇവിടുത്തെ പ്രത്യേകത. Here the temperature is very high during the day and at night the temperature is very low. ഇവിടെ എങ്ങനെയാണ്, പകൽ ഭയങ്കര ചൂടായിരിക്കും, പക്ഷേ രാത്രി അത്രയ്ക്കൊന്നും ചൂടുണ്ടാവില്ല, ചൂട് വളരെ കുറവായിരിക്കും. These areas with a very little rainfall experience high temperature, dry winds and water scarcity. അപ്പോൾ നമുക്ക് ഈ എന്തൊക്കെയാണ് ഈ ഉഷ്ണമരുഭൂമികളുടെ പ്രത്യേകത? മഴ തീരെ കുറവായതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന ചൂടുമായിരിക്കും, അതുപോലെ നല്ല കാറ്റായിരിക്കും, കാറ്റ് വരണ്ട കാറ്റായിരിക്കും, പിന്നെയോ വെള്ളവും കുറവായിരിക്കും, നമുക്ക് ജലത്തിന് ദൗർലഭ്യമുള്ള പ്രദേശവും ആണ് ഇത്. ദെൻ ദീസ് ഏരിയാസ് ആർ ലെസ് പോപ്പുലേറ്റഡ്, വളരെ കുറച്ച് ജനവാസമുള്ള പ്രദേശമാണ് ഇത്. ക്ലൈമറ്റ് അഡാപ്റ്റഡ് ലൈഫ് സ്റ്റൈൽസ് എക്സിസ്റ്റ് ഇൻ ട്രോപ്പിക്കൽ ഡെസേർട്ട്. നിങ്ങൾ നോക്കൂ, ഉഷ്ണമരുഭൂമികളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ജീവിത രീതിയാണ് ഇവിടെ പോകുന്നത്. നിങ്ങൾ ആലോചിക്കുക, നല്ല ചൂടുള്ള വസ്ത്രം നമുക്ക് ഇവിടെ ഇടാൻ പറ്റുമോ? ഇല്ല, നമ്മൾ പൊള്ളിച്ചാവും, കാരണം ഓൾറെഡി അവിടെ ചൂടാണ്. അപ്പോൾ നമ്മൾ കോട്ടൺ പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതായിരിക്കും ഈ ഒരു ചൂടുള്ള പ്രദേശത്തു നിന്ന് രക്ഷപ്പെടാനായിട്ട് ശരീരത്തിന് സുഖം. ദെൻ കണ്ടിന്യൂസ് ഡ്രോട്ട് ആൻഡ് സാൻഡ്സ്റ്റോൺസ് ആർ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെസേർട്ട്. അതായത് തുടർച്ചയായിട്ടുള്ള വരൾച്ച, വെള്ളമില്ലാത്ത അവസ്ഥ, ദെൻ മണൽ കാറ്റുകളും മരുഭൂമികളുടെ മറ്റു സവിശേഷതകളാണ്. ലൂസ് ക്ലോത്തിങ് ആൻഡ് ഹെഡ് ഡ്രസ് ദാറ്റ് കവേഴ്സ് ദ ഫേസ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെസേർട്ട് ഡ്വെല്ലേഴ്സ്. സത്യം പറഞ്ഞ അയഞ്ഞ വസ്ത്രവും അതുപോലെ തന്നെ മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും ഈ മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒക്കെ ഒട്ടകങ്ങളെ ഉപയോഗിക്കുകയാണ് സാധാരണ മരുഭൂമികളിൽ ചെയ്യുന്നത്. നമുക്കറിയാം, മരുഭൂമിയിലെ കപ്പൽ എന്നാണ് നമ്മൾ ഒട്ടകത്തെ വിളിക്കുന്നത്. യൂസിങ് ക്യാമൽസ് ഫോർ ക്യാരിങ് ഗുഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ കോമൺ സൈറ്റ് ഇൻ ഡെസേർട്ട്. അല്ലേ, നിങ്ങൾ മരുഭൂമിയിൽ സാധാരണ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടി യാത്രക്കൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒട്ടകത്തെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കൊന്നും കൂടി നോക്കാം. നമ്മൾ ഡെസേർട്ടിനെ കുറിച്ചാണ് പഠിച്ചത്. ട്രോപ്പിക്കൽ ഡെസേർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ലാൻഡ് മാസസ് വിത്ത് വെരി ഡിഫറെൻറ്റ് ജിയോളജിക്കൽ ഫീച്ചേഴ്സ് ഫ്രം ദി പോളാർ റീജിയൻസ്. ഓക്കെ, അത് വിടുക. ദ ലാർജ് ഏരിയ ഓഫ് സാൻഡ് ആൻഡ് സാൻഡ് ഡ്യൂൺ ആർ ദ സ്പെഷ്യാലിറ്റി. നിങ്ങൾ നോക്കൂ, മരുഭൂമിയുടെ പ്രത്യേകത എന്ത് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് വിശാലമായിട്ടുള്ള ലാർജ് ഏരിയ ഓഫ് സാൻഡ് ആണ്, വിശാലമായിട്ടുള്ള മണലാണ്. ദെൻ സാൻഡ് ഡ്യൂൺസ്. എന്താണ് സാൻഡ് ഡ്യൂൺസ് എന്ന് വെച്ചാൽ? മണൽ കുന്നുകൾ. രണ്ടാമത്തെ എന്താ ഫീച്ചർ പറയേണ്ടത്? ദ ടെമ്പറേച്ചർ വെരി ഹൈ ഡ്യൂറിങ് ദ ഡേ. പകൽ സമയത്ത് ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരിക്കും. ദെൻ ദ നൈറ്റ് ലോ. അറ്റ് നൈറ്റിൽ എങ്ങനെയാണ്? ദ ടെമ്പറേച്ചർ ഈസ് വെരി ലോ. ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും രാത്രി. പിന്നെ എന്താണ് പറയാവുന്നത്? വെരി ലിറ്റിൽ റെയിൻഫോൾ. വളരെ കുറച്ച് മഴയാണ് ഇവിടെ പെയ്യുള്ളൂ. പിന്നെയോ ഡ്രൈ വിൻസ്. എന്താ ഡ്രൈ വിൻസ് എന്ന് പറഞ്ഞാൽ? ഈ വരണ്ട കാറ്റ്. ദെൻ വാട്ടർ സ്കേഴ്സിറ്റി, ജല ദൗർലഭ്യത. അടുത്തത്, ഈ ഏരിയാസിൽ ഇപ്പോൾ എങ്ങനെയായിരിക്കും ജനങ്ങൾ? അവിടെ ലെസ് പോപ്പുലേഷൻ ആയിരിക്കും. ദെൻ ഡ്രോട്ട് ആൻഡ് സാൻഡ് സ്റ്റോംസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെസേർട്ട്. അതായത് തുടർച്ചയായിട്ടുള്ള വരൾച്ച ഉണ്ടാവുക, അതുപോലെ തന്നെ മണൽ കാറ്റുകൾ ഉണ്ടാവുക, ഇതൊക്കെ മരുഭൂമിയുടെ സവിശേഷതയാണ്. അപ്പോൾ ഡെസേർട്ടിലെ ഡ്രസ്സസൊക്കെ എങ്ങനെയാണ്? ലൂസ് ക്ലോത്തിങ്, അതുപോലെ തന്നെ
ഹെഡ് ഡ്രസ് ദാറ്റ് കവേഴ്സ് ദ ഫേസ്, അവർക്ക് വളരെ അയഞ്ഞ വസ്ത്രങ്ങളായിരിക്കും. മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങളും ഉണ്ടാകും. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? ക്യാമൽസിനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് താഴത്തേക്കൊന്ന് നോക്കിക്കേ. ആ പേജിൻ്റെ 173 പേജിൻ്റെ താഴെ ഡെസേർട്ടിൻ്റെ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ ലെസ് ടെമ്പറേച്ചർ അറ്റ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഡ്യൂറിങ് ഡേ ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് സാൻഡി ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇവിടെ ലാർജ് ഏരിയ ഓഫ് സാൻഡ് ആൻഡ് സാൻഡ് ഡ്യൂൺസും ഇവിടെ പറയാം. സാൻഡ് ഡ്യൂൺസ് പറയാം. ദെൻ ഡ്രൈ വിൻസ് ഒരു കോളത്തിൽ പറയാം. നെക്സ്റ്റ് കോളത്തിൽ വാട്ടർ സ്കേഴ്സിറ്റി പറയാം. നമ്മൾ ഇതുപോലുള്ള കോളംസ് പൂരിപ്പിക്കുന്ന സമയത്ത് തൊട്ട് മുകളിലുള്ള പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആ വർക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് എടുക്കുക. പേജ് നമ്പർ 174. The regions with such characteristics have a different way of life adapted to the climate. നോക്കൂ, ഇത്തരം പ്രത്യേകതയുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന വേറിട്ട രീതിയാണ് ഉള്ളത് ലൈഫിലുള്ളത്. Then we have discussed how the physical diversity or polar regions and desert regions affect the lives of the people there. അതായത് ധ്രുവപ്രദേശങ്ങളിലെയും അതുപോലെ തന്നെ മരുഭൂമിയിലെയും ഭൗതിക വൈവിധ്യങ്ങൾ അവിടുത്തെ ജനജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു നമുക്ക് മനസ്സിലായി. അഗ്രികൾച്ചർ, ഒക്യുപ്പേഷൻ, ഫുഡ്, ക്ലോത്തിങ്, ഹൗസ് കൺസ്ട്രക്ഷൻ, സെലിബ്രേഷൻസ് എക്സെട്ര ഓഫ് എ റീജിയൻ ആർ ഓൾ ഷേപ്ഡ് അക്കോർഡിംഗ് ടു ദി ക്ലൈമറ്റ് ഓഫ് ദാറ്റ് പ്ലേസ്. അതായത് ഒരു പ്രദേശത്തെ കൃഷിയായാലും അവിടുത്തെ തൊഴിലായാലും ആഹാരം, വസ്ത്രധാരണ രീതി, അതുപോലെ വീട് നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, ഹൗഎവർ സ്റ്റഡീസ് ഷോ ദ അൺസയൻറ്റിഫിക് ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് കോസ് ചേഞ്ചസ് ഇൻ ദി നാച്ചുറൽ എൻവയോൺമെൻറ്റ്. എന്ത് തന്നെയായിരുന്നാലും ഈ മനുഷ്യരുടെ അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടുള്ള പരിസ്ഥിതിയിൽ ഇത്രയും അധികം മാറ്റം വന്നിരിക്കുന്നത്. ആസ് എ റിസൾട്ട് there are significant changes in the climate around the world today. ഈ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായിട്ടുള്ള വ്യതിയാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ്. നമുക്ക് ബോക്സ് ഒന്ന് നോക്കാം. I come from Kenya where 20 crore people are suffering from the adverse effects of climate change. There is severe drought and we have not had rain for 2 years. Scientists predict that it will be the same in the 3rd year also. We don't get sufficient rain. Without rain, all the rivers have dried up and heat waves are sweeping through the land. Please open your hearts. All our crops have dried up. Animals and humans are dying. If this continues, half of us will have been wiped out by 2025. The decisions in this conclave will be decisive in bringing back rains. Decide whether our friends, the children, will get food and water. Please open your hearts. Please open your hearts. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട് 3-ാം വർഷവും അങ്ങനെ തന്നെയാകും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, താപതരംഗങ്ങൾ വീശിയടിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി. മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025ഓടെ ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതാകും. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്നുള്ള തീരുമാനമെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കൂ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയമൊന്ന് തുറക്കൂ. ദയവായി നിങ്ങൾ ഹൃദയമൊന്ന് തുറക്കൂ. നോക്കൂ, യു ഹാവ് റീഡ് എ പ്ലീ ടു വേൾഡ് leaders by Elizabeth Wati, a schoolgirl from Kenya, at the United Nations Climate Conference in Glasgow on
31 ഒക്ടോബർ 2021. എന്താ മനസ്സിലായത്? 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് ഫറ്റി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് നിങ്ങൾ വായിച്ചത്. Climate change is one of the most complex issues that is faced by the world today and the generations to come. ഇന്ന് നോക്കിക്കേ, ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. An important factor influencing the climate of a region is the atmospheric condition of that region. ശരിക്കും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചൂട് കൂടുകയാണെങ്കിൽ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് മനുഷ്യരും മൃഗങ്ങളും ജന്തുജാലങ്ങളും ചെടികളും അല്ലേ, എല്ലാമാണ്. അന്തരീക്ഷത്തിൻ്റെ താപനിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. Fluctuations in atmospheric temperature led to climate change. അതായത് ഈ അന്തരീക്ഷത്തിൻ്റെ താപനിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ എന്തിന് കാരണമാകും? കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകാൻ കാരണമാകും. ദെൻ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ സ്ലോ പ്രോസസ് ഓൺ ദി എർത്ത്. ശരിക്കും ഭൂമിയിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് വളരെ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലേ. ഈവൻ സ്ലൈറ്റ് ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ നേച്ചർ. നോക്കൂ, ഈ കാലാവസ്ഥയിലെ നേരിയ തോതിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഹൗ ക്യാൻ വി ഡിറ്റക്ട് ക്ലൈമറ്റ് ചേഞ്ച്? നമുക്കെങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്നത്? Given below are some pictures from the exhibition conducted at Anu School in connection with the World Environment Day. അപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അനുവിൻ്റെ സ്കൂളിൽ നടത്തിയ ചിത്ര പ്രദർശനത്തിലെ ചില ദൃശ്യങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ പേജ് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ കെനിയയിൽ നിന്നുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് ഫറ്റി നേതാക്കളോട് പറഞ്ഞ ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു. അതുകൊണ്ട് തന്നെ ഇനി വരും തലമുറ അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്? ക്ലൈമറ്റ് ചേഞ്ചാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് പറയുന്നത്? അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ഈ കാലാവസ്ഥ വ്യതിയാനമായി കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ചൂട് കൂടി എന്ത് സംഭവിക്കും? ഭൂമിയിലെ സകലതും വറ്റി വരളും, ജലാശയങ്ങൾ വറ്റി വരളും. അതുപോലെ തന്നെ പ്ലാന്റ്സോ അതുപോലെ തന്നെ ജീവികൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ചർച്ചയിലേക്ക് പോകാനുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ശരിക്കും ഈ പേജ് നമുക്ക് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് പേജ് നമ്മളൊന്ന് എടുക്കുക. നമ്മൾ പലതരത്തിലുള്ള പിക്ചേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒബ്സർവ് ദ പിക്ചേഴ്സ്. Natural calamities occurring on the earth due to climate change are given in the pictures. What are they? അല്ലെ, ചിത്രങ്ങളിലേക്ക് നോക്കി. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭൂമിയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അതേതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ നോക്കൂ. പ്രധാനമായിട്ടുള്ള നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം അതിനകത്ത് തന്നെയുണ്ട് അല്ലേ. സൈക്ലോൺസ് ഉണ്ട്, ലാൻഡ് സ്ലൈഡ്സ് ഉണ്ട്, അതുപോലെ ഫ്ലഡ്സ് ഉണ്ട്, വൈൽഡ് ഫയർ ഉണ്ട്. ലെറ്റ് ചെക്ക് ദ സൈഡ് എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? ഏതെങ്കിലും 3 എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ എഴുതാൻ പറ്റും? റൈസിങ് ഗ്ലോബൽ ടെമ്പറേച്ചർ, അതാണ് ആദ്യം എഴുതേണ്ടത്. ആഗോള താപനില ഉയരുന്നു. ദെൻ ദ റൈസ് ഓഫ് സീ ലെവൽ ആൻഡ് സുനാമി ഡിസാസ്റ്റേഴ്സ്, അതല്ലേ, സമുദ്രനിരപ്പിൽ ഉയർച്ചയും അതുപോലെ തന്നെ സുനാമി ദുരന്തങ്ങളും. അടുത്തത് റെയിൻഫോൾ ദാറ്റ് ഈസ് നോട്ട് സീസണൽ, എന്താണ്, കാലം തെറ്റിയ മഴയും അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് റെയിൻഫോൾ, അതായത് മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ. അത് ചിലപ്പോൾ മഴ കൂടുതൽ പെയ്യുന്ന സമയമായിരിക്കില്ല, പക്ഷെ നന്നായിട്ട് പ്രളയം വരുന്ന രീതിയിലുള്ള ഒരു മഴ പെയ്ത്ത്, അതുപോലെ തന്നെ മഴ പെയ്യാതെ വരണ്ട സമയത്താണെങ്കിൽ ആ സമയത്ത് ശക്തമായ മഴ, ഇതുപോലെ തന്നെ മഴയുടെ തോതിലും ഏറ്റക്കുറച്ചിലുകൾ വരാം.
ദെൻ ഡ്രൗട്ട്, നമുക്കറിയാം വരൾച്ച, തീരെ വെള്ളമില്ലാത്ത അവസ്ഥ. ദെൻ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്, ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞ് കൂടുതൽ ഉരുകാൻ തുടങ്ങും. അത് ആ പ്രദേശങ്ങളിലേക്ക് എന്തിന് കാരണമാവും? വെള്ളപ്പൊക്കത്തിന് കാരണമാകും. അപ്പോൾ പിക്ചേഴ്സ് എല്ലാം നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. അൺകൺട്രോൾഡ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അഫക്ട് ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ദി എർത്ത് അഡ്വേഴ്സ്ലി. നോക്കിക്കേ, അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു. അതായത് നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് വനനശീകരണം, അല്ലേ? വനങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് അവിടെ കെട്ടിടങ്ങൾ പണിയുക, കുന്നുകൾ ഇടിച്ച് അവിടെ ഇതുപോലെ കെട്ടിടങ്ങൾ പണിയുക, വയലുകളെല്ലാം നമ്മൾ മണ്ണിട്ട് മൂടുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ്റെ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് ക്ലൈമറ്റിലെ ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണം, പ്രകൃതി ക്ഷോഭിക്കാനുള്ള കാരണമെന്ന് എപ്പോഴും സയൻറ്റിസ്റ്റുകൾ തന്നെ പറയാറുണ്ട്. ഇനി അടുത്ത പേജിലേക്ക് നോക്കൂ. പേജ് നമ്പർ 176. Many unscientific human activities cause climate change. Identify them from the picture and note down. അതായത് മനുഷ്യരുടെ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. അവ ഏതെല്ലാമാണെന്ന് ചിത്രത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഒന്നാമത് ടോക്സിക് ഗ്യാസസ് എമിറ്റഡ് ഫ്രം വെഹിക്കിൾസ്, അല്ലെ, വാഹനങ്ങളിൽ നിന്നും പുറം തള്ളുന്ന വിഷവാതകങ്ങൾ. രണ്ടാമത്തത് അത് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ. അടുത്തത് ഡീഫോറസ്റ്റേഷൻ, അതായത് വനനശീകരണം, വനങ്ങളെല്ലാം എന്ത് ചെയ്യാണ്? വെട്ടി നശിപ്പിക്കുന്നു. അടുത്തതോ എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, നമ്മൾ പെസ്റ്റിസൈഡ്സ് അമിതമായിട്ട് ഉപയോഗിക്കുന്നതിനെതിരെ. പിന്നെ ബേണിംഗ് പ്ലാസ്റ്റിക്സ്, ഇത് രണ്ടും അവിടെ എഴുതാം. Climate change affects all living things on the earth in many ways. നമുക്കറിയാം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പല വിധത്തിലുമാണ് എന്ത് ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കുന്നത്. It also causes the extinction of many species. Even natural disasters are often caused by climate change. അതായത് ഇത് ഒത്തിരി ജീവജാലങ്ങളുടെ വംശനാശത്തിന് കാരണമാകുന്നത്, അതായത് ഭൂമിയിൽ ഇല്ലാത്ത അവസ്ഥ വരുമെന്ന്. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും കാരണമാകാറുണ്ട് താനും. The government of Kerala has been devising and implementing various schemes to control the human activities that cause climate change and also to protect the environment. ശരിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായിട്ട് കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. ഹരിത കേരളം മിഷൻ ഈസ് ആൻ എക്സാമ്പിൾ ടു ദിസ്. അപ്പോൾ ഇതിനുദാഹരണമാണ് ഹരിത കേരളം മിഷൻ. അതെന്താണ് നമുക്ക് നോക്കാം. ഹരിത കേരളം മിഷൻ, a scheme implemented by the government laying emphasis on the areas of soil and water conservation, sanitation, waste management and organic agriculture. മണ്ണ് ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? ഹരിത കേരളം മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് എക്സെട്ര ആർ ദ നോട്ടബിൾ ആക്ഷൻ പ്രോഗ്രാംസ് ഓഫ് ഹരിത കേരള മിഷൻ. അപ്പോൾ ഹരിത കേരള മിഷൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കർമ്മ പരിപാടികൾ എഴുതാൻ പറഞ്ഞ ഏതൊക്കെ എഴുതും? ഹരിത കേരള മിഷൻ്റെ ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരള മിഷൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള കർമ്മ പരിപാടികളാണ്. നമുക്കറിയാവുന്നതാണ് ഹരിത കർമ്മസേനകളെ, അല്ലേ? ഹരിത കർമ്മസേനകളെ ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എടുക്കുകയും അത് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് അവർ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതറിയാം. അപ്പോൾ ഹരിത കേരള മിഷൻ എന്താണെന്ന് മനസ്സിലായി. ദെൻ ദ ബ്യൂട്ടിഫുൾ എർത്ത് ദാറ്റ് വി ലിവ് ഇൻ ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ് ബിലോങ് ടു ഫ്യൂച്ചർ ജനറേഷൻ ടു, അല്ലേ? അപ്പോൾ നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളും നമുക്ക് മാത്രമാണോ? അല്ല, ഇനി വരാനിരിക്കുന്ന തലമുറക്കും കൂടി വെക്കേണ്ടതാണ്. സോ വി ആർ ബൗണ്ട് ടു യൂസ് ദ നാച്ചുറൽ റിസോഴ്സസ് അവൈലബിൾ ടു അസ് ടുഡേ വിത്ത് കെയർ. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ വിഭവങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് ഉപയോഗിച്ച് തീർക്കാതെ അത്
നാളേക്കും കൂടി ആവശ്യമാണ് എന്നുള്ള ചിന്തയോടുകൂടി ഉപയോഗിക്കുക. അതിനെ കെയർ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. ബൈ ലിവിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ വി ക്യാൻ ഫൈറ്റ് ടുഗദർ അഗെയിൻസ്റ്റ് ദ ഗ്രേറ്റ് മെനൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അല്ലേ, അപ്പോൾ നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം എന്ന വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാൻ പറ്റും. അതാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഈച്ച് വൺ ഓഫ് അസ് ടു എൻഷുർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. അതായത് പരിസ്ഥിതി സംരക്ഷിക്കുക എന്നത്, അല്ലേ, ആ കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് ആരുടെ കടമയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആക്ഷൻസ് ഫോർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ക്യാൻ സ്റ്റാർട്ട് ഫ്രം അവർ സറൗണ്ടിങ്സ്. അതായത് പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കണം. നെക്സ്റ്റ് പേജ് ടീച്ചർ എടുത്തിട്ടില്ല. വിച്ച് എൻവയോൺമെൻറ്റൽ ആക്ഷൻസ് ക്യാൻ യു ടേക്ക് ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്? പോസ്റ്റ് യുവർ സജഷൻസ് ഓൺ ദി ബുള്ളറ്റിൻ ബോർഡ് ഇൻ യുവർ ക്ലാസ്. അതായത് നമുക്കവിടെ പേജ് നമ്പർ 177 ഒരു ബുള്ളറ്റിൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെഡ്യൂസ് എയർ പൊല്യൂഷൻ, അല്ലേ, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ പറ്റും. പ്രിവെൻറ്റ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം തടയാൻ പറ്റും. ദെൻ റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ പറ്റും. ഇൻക്രീസ് ദ യൂസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ജൈവവളം നമുക്ക് ഉപയോഗം വർദ്ധിപ്പിക്കാൻ സാധിക്കണം. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്ലാന്റ് ട്രീസ്, അല്ലേ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും. പിന്നെയോ ഡു നോട്ട് ത്രോ പ്ലാസ്റ്റിക്സുകൾ വലിച്ചെറിയാതിരിക്കുക. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കിറ്റിന് പകരം തുണിസഞ്ചിയോ അല്ലെങ്കിൽ പേപ്പർ കിറ്റോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ പടിപടിയായിട്ട് മാത്രമേ നമുക്ക് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ നല്ല ചാപ്റ്ററായിരുന്നു. അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിക്കുക. അതിനുശേഷം മാത്രം ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവുക. നമുക്ക് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 1 വേർഡ് ടൈപ്സ് ക്വസ്റ്റ്യനാണ് നമുക്ക് വരുന്നത്. പിന്നെ ചെറിയ ഷോർട്ട് നോട്ട്സ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. ക്ലാസ്സിലെ എല്ലാ ടീച്ചേഴ്സും ക്വസ്റ്റ്യൻ ആൻസർ തരുന്നറിയാം. അതുകൊണ്ടാണ് പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും എഴുതി തരാത്തത്. ട്യൂഷൻ ക്ലാസ്സിൽ വേറെ, സ്കൂളിൽ വേറെ, പിന്നെ യൂട്യൂബേഴ്സിൻ്റെ ക്ലാസ്സിൽ നിന്ന് വേറെ, അങ്ങനെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടീച്ചേഴ്സ് തരുന്ന ക്വസ്റ്റ്യൻ ആൻസർ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതെന്തായാലും ചെറുതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.